നീണ്ട 33 ദിനങ്ങൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ രാജ്യതലസ്ഥാനത്തിന്റെ നെഞ്ചകം പിളർന്ന ഒരു പ്രതിഷേധ കൊടുങ്കാറ്റ് അലയടിച്ചു കയറുകയാണ്. അധികാരത്തിന്റെ ഉത്തുംഗങ്ങളിൽ ഇരിക്കുന്നവരെ വിറപ്പിച്ചു നിർത്തിക്കൊണ്ട് ഡൽഹിയിലെ തെരുവുകളിൽ വിദ്യാർത്ഥികളുടെയും കോക്രോച്ച് ജനതാ പാർട്ടിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രക്ഷോഭം സമീപകാല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി മാറിക്കഴിഞ്ഞു. ലാത്തിചാർജും ക്രൂരമായ മർദ്ദനങ്ങളും മനുഷ്യത്വമില്ലാത്ത ഭരണകൂട ഭീകരതയും അഴിച്ചുവിട്ടിട്ടും തലകുനിക്കാത്ത ഒരു യുവതലമുറ ജന്തർ മന്ദറിനെ സമരഭൂമിയാക്കി മാറ്റിയിരിക്കുന്നു. 2026 നീറ്റ് പരീക്ഷാ ചോർച്ചയും പരീക്ഷാ നടത്തിപ്പിലെ സമാനതകളില്ലാത്ത അഴിമതികളുമാണ് 10,000-കണക്കിന് വിദ്യാർത്ഥികളെയും യുവാക്കളെയും തെരുവിലിറക്കുവാൻ നിർബന്ധിതരാക്കിയത്. രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഈ ഭരണകൂട അനാസ്ഥയിലൂടെ ഇരുളിലടഞ്ഞത്. വർഷങ്ങളായി ആവർത്തിക്കുന്ന ക്രമക്കേടുകളും പരീക്ഷകൾ നടത്തുന്നതിലെ സുതാര്യതയില്ലായ്മയും വിദ്യാർത്ഥികളിൽ കടുത്ത നിരാശയും അമർഷവുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തങ്ങളുടെ വിയർപ്പിനും കണ്ണീരിനും പുല്ലുവില കൽപ്പിക്കുന്ന NTA അടക്കമുള്ള പരീക്ഷാ ഏജൻസികളുടെ പ്രവർത്തനം അടിയന്തരമായി പൊളിച്ചെഴുതണമെന്നതാണ് പ്രധാന ആവശ്യം. പരീക്ഷാ ചോർച്ചയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉടനടി രാജിവെക്കുക, സ്വപ്നങ്ങൾ തകർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക, അന്യായമായി കസ്റ്റഡിയിലെടുത്തിട്ടുള്ള പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് അടക്കമുള്ളവരെ നിരുപാധികം സ്വതന്ത്രരാക്കുക എന്നീ വിട്ടുവീഴ്ചയില്ലാത്ത ആവശ്യങ്ങളാണ് സമരക്കാർ മുന്നോട്ട് വെക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ മഹാസമരത്തെ പൂർണ്ണമായും അവഗണിക്കാമെന്ന് കരുതിയ സർക്കാരിന്റെയും BJPയുടെയും കണക്കുകൂട്ടലുകൾ അമ്പെ പാളിയിരുന്നു. ഭരണകൂടം ഇന്ന് വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് പെട്ടിരിക്കുന്നത്. യുവനേതാക്കളുടെ നെഞ്ചുറപ്പിൽ മുന്നേറുന്ന ഈ സമരത്തെ തകർക്കുവാൻ അധികാരികൾ സകല വഴികളും നോക്കി. വെള്ളവും വൈദ്യുതിയും ഇന്റർനെറ്റും വിച്ഛേദിച്ച് ജനകീയ പ്രതിരോധത്തെ ഇരുട്ടിലാക്കാമെന്ന് കരുതിയെങ്കിലും ഇന്നതൊരു അതിശക്തമായ ബഹുജന മുന്നേറ്റമായി തിളച്ചുമറിയുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാധാരണക്കാർ സമരക്കാർക്കുള്ള ഭക്ഷണവും വെള്ളവുമായി നേരിട്ടും ഓൺലൈനായും ഡൽഹിയിലേക്ക് ഒഴുകിയെത്തുന്നു. പ്രതിപക്ഷ നേതാക്കൾ കൂടി വൻ പിന്തുണയുമായി എത്തിയതോടെ സമരം പുതിയൊരു രാഷ്ട്രീയ മുഖം പ്രാപിച്ചിരിക്കുകയാണ്. ദേശീയ തലസ്ഥാനം അടുത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വൻ പ്രക്ഷോഭാഗ്നിയിൽ മുങ്ങിയിരിക്കുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് പൗരനുള്ള അടിസ്ഥാന അവകാശങ്ങൾ പോലും ഇവിടെ പിച്ചു ചീന്തപ്പെടുകയാണ്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നീതി ചോദിച്ചെത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ തെരുവിലൂടെ ക്രൂരമായി വലിച്ചഴിക്കുന്ന ലജ്ജാകരമായ കാഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. Democracy in India is happening right now. ഡൽഹി പോലീസിന്റെ മൃഗീയമായ ബലപ്രയോഗത്തിൽ രാഹുലിന്റെ മുഖത്ത് പരിക്കേൽക്കുകയും ചെയ്തു. പോലീസ് ബസിന്റെ വാതിലിൽ പ്രിയങ്ക ഗാന്ധി തൂങ്ങി നിൽക്കെ അവരുടെ ജീവൻ പോലും വകവയ്ക്കാതെ വാഹനം മുന്നോട്ടെടുത്തത് വലിയ പരിഭ്രാന്തിയാണ് പരത്തിയത്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ അവസ്ഥ ഇതാണെങ്കിൽ തെരുവിലിറങ്ങിയ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ സുരക്ഷ എത്രത്തോളം പരിതാപകരമാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഡൽഹി പോലീസിന്റെ ഈ അഴിഞ്ഞാട്ടത്തിൽ 21 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനി ഇന്ന് വെന്റിലേറ്ററിൽ ജീവനായി മല്ലടിക്കുകയാണ്. സർക്കാരിനെ വിമർശിക്കുന്നവരെ മുഴുവൻ തുറങ്കിലടയ്ക്കുന്ന ഈ കാടത്തം കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ചേ മതിയാകൂ. കഴിഞ്ഞ 10 വർഷത്തിനിടെ മാത്രം വിവിധ ചോദ്യപേപ്പർ ചോർച്ചകളുമായി ബന്ധപ്പെട്ട് 89 കേസുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദിവസവും അഴിമതിയുടെ കണക്കുകൾ വർദ്ധിക്കുന്നതല്ലാതെ ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. ഇതിനെല്ലാം ഉത്തരവാദികളായവർ അധികാര കസേരകളിൽ സുഖിച്ചിരുന്ന സ്വന്തം അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെ പാറ്റകളെന്നും തെരുവിൽ അലയുന്നവരെന്നും സാമൂഹ്യ വിരുദ്ധരെന്നും രാജ്യദ്രോഹികളെന്നും മുദ്ര കുത്തുവാൻ തുനിയുന്നത് ജനാധിപത്യത്തിന് നേരെയുള്ള കൊഞ്ഞനം കുത്തലാണ്. ജന്തർ മന്ദറിൽ ആളിക്കത്തുന്ന ഈ വിദ്യാർത്ഥി സമരം വെറുമൊരു പരീക്ഷാ ക്രമക്കേടിനെതിരെയുള്ള പ്രതിഷേധം മാത്രമല്ല, മറിച്ച് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവിയെയും അവകാശങ്ങളെയും കുറിച്ചുള്ള ഉച്ചത്തിലുള്ള താക്കീതാണ്. ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾക്ക് മുന്നിൽ വഴങ്ങാതെ ജനാധിപത്യപരമായ രീതിയിൽ സ്വന്തം അവകാശങ്ങൾക്കായി പോരാടുന്ന ഈ ജനകീയ പ്രക്ഷോഭം ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ നിർണായകവും ചരിത്രപരവുമായ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നത് ഉറപ്പാണ്.